വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. സോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആൻഡ് ഫോറിൻ ട്രേഡ് HUT 300 എന്ന് പറഞ്ഞ കോഴ്സ് കോഡ് വരുന്ന S5-ലും അതേപോലെ S6 KTU സ്റ്റുഡൻസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ക്രെഡിറ്റ് വരുന്ന പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനാണ്. സോ മെയിനായിട്ട് ഓരോ മൊഡ്യൂളിന് ഹൈ വെയിറ്റേജ് കൊടുക്കുന്ന ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്നും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1 നിന്ന് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനാലിറ്റി യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഓറായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് മൂന്നാമത്തെ ടോപ്പിക്ക് കോമ്പോണൻസ് ഓഫ് ഡിമാൻഡ് ആൻഡ് ലോ ഓഫ് ഡിമാൻഡ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിമാൻഡ് എന്താണ്, അതേപോലെ ലോ ഓഫ് ഡിമാൻഡ് കമ്പോണൻസ് 3 മാർക്കിനും അതുപോലെ പാർട്ട് ബിയിലും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വൺ ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിറ്റർമിനേറ്റ്സ് ഓഫ് സപ്ലൈ. സോ മെയിനായിട്ട് ലോ ഓഫ് സപ്ലൈ എന്താണെന്നും സ്റ്റേറ്റ് ചെയ്യാനും അതേപോലെ സപ്ലൈയുടെ ഡിറ്റർമിനൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും 6 മാർക്കിന് പാർട്ട് ബിയിൽ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ ലോ ഓഫ് ഡിമാൻഡും അതുപോലെ തന്നെ ലോ ഓഫ് സപ്ലൈയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസ് മെയിനായിട്ട് പാർട്ട് ബിയിൽ ഓറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ എയിലും വാട്ട് ഈസ് കൺസ്യൂമർ സർപ്ലസ് എന്നും ആ ഒരു കൺസ്യൂമർ സർപ്ലസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രാം വരയ്ക്കാൻ 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ കൺസ്യൂമർ സർപ്ലസും അതുപോലെ പ്രൊഡ്യൂസർ സർപ്ലസും ഒരുപോലെ വെയിറ്റേജ് കൊടുക്കുന്ന 2 ടോപ്പിക്സ് ആണ്. പിന്നെയുള്ള ടാക്സേഷൻ ആൻഡ് ഡെഡ് വെയ്റ്റ് ലോസ്, അതും ഇതുപോലെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2-ലെ ഫസ്റ്റ് ടോപ്പിക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളൊരു പാർട്ട് ബിയിൽ 10 മാർക്കിന് ചോദിക്കാവുന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആൻഡ് എക്സാമിൻ ഇറ്റ്സ് 3 സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഒരു ഡയഗ്രാത്തിൻ്റെ ഹെൽപ്പോട് കൂടി ആ ഒരു ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ്റെ 3 സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുള്ള ഒരു 10 മാർക്കിന് പാർട്ട് ബിയിൽ എസ്സേ ആയിട്ട് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വേരിയബിൾ പ്രൊപ്പോർഷൻ. നെക്സ്റ്റ് ആണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. അത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ആയിട്ടുള്ള എക്കണോമിക്കൽ സ്കെയിൽസ്, അതും ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഐസോ കോണ്ട് കർവ് എന്താണ്, ഐസോ കോസ്റ്റ് കർവ് എന്താണ്, അതുപോലെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഉള്ളൊരു ടോപ്പിക്കാണ് എക്സ്പാൻഷൻ പാത്ത്, ഷട്ട് ഡൗൺ പോയിന്റ്. ഇതൊക്കെ 3 മാർക്കിനും പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഒക്കെ. ഓക്കെ, പാർട്ട് ബിയിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ബ്രേക്ക് ഈവൻ അനാലിസിസും ചോദിച്ചിട്ടുണ്ട്. ഡയഗ്രാമത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. അതുപോലെ തന്നെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇത് 2 ഓറായിട്ട് മാക്സിമം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പം ടോപ്പിക്സ് അങ്ങനെ അധികം ഇല്ലയെന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3-ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മാർക്കറ്റിൻ്റെ അകത്ത് വരുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അതായത് വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് എക്സാമിൻ ദ സിറ്റുവേഷൻസ് ഓഫ് ലോസ്, നോർമൽ പ്രോഫിറ്റ് ആൻഡ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് ഡയഗ്രാമത്തോടു കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കൊളൂസീവ് ഒളിഗോപോളി മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെയാണ് മോണോപ്പൊളി. പിന്നെ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, അതേപോലെ പ്രോഡക്റ്റ് പ്രൈസിങ്, കിങ്ങിൻ്റെ ഡിമാൻഡ് കർവ്, ഇതൊക്കെ ഒരുപോലെ വെയിറ്റേജ് കൊടുക്കുന്ന ടോപ്പിക്സാണ്. ഓക്കെ, പിന്നെ ഇതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് മോണോപോളിയും അതുപോലെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിമാൻഡ് കർവിൻ്റെ അത് വെച്ച് കമ്പയർ ചെയ്ത് കാണിക്കാനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ മൊഡ്യൂൾ 3. നെക്സ്റ്റ് എന്താണ് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4-ൽ കുറച്ചധികം ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. മൊഡ്യൂൾ 4-ലെ ഫസ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, 2 സെക്ടർ, 3 സെക്ടർ, 4 സെക്ടർ മോഡൽ. ഈ 3 മോഡലും നോക്കിയിട്ട് വേണം പോകാൻ. ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. പിന്നെ ഉള്ളത് നാഷണൽ ഇൻകത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്.
മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, അതുപോലെ പ്രോബ്ലമാറ്റിക് ഉള്ളൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സിഗ്നിഫിക്കൻസ് ഓർ യൂസസ് ഓഫ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ, ഡിഫിക്കൽട്ടീസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് നാഷണൽ ഇൻകം. ഇതെല്ലാം നാഷണൽ ഇൻകത്തിൻ്റെ അകത്ത് വരുന്നതാണ്. മെത്തേഡ്സ് പഠിക്കുക, അതുപോലെ സിഗ്നിഫിക്കൻസ് പഠിക്കുക, ലിമിറ്റേഷൻസും പഠിക്കുക. പിന്നുള്ള ഇൻഫ്ലേഷൻ്റെ കോസസും എഫക്ട്സും 10 മാർക്കിനൊക്കെ എസ് എ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഇൻഫ്ലേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ കോസ്റ്റ് പുഷ് ആൻഡ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, അങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെയുള്ള മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ, അതും അതിൻ്റെ അകത്തുള്ള മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയൊക്കെ അതിൻ്റെ അകത്ത് മെഷേഴ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള എന്താണ് ബോണ്ടും ഷെയറും, അതുപോലെ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. അത് 3 മാർക്കിനൊക്കെ ഡിഫറൻസ് ചോദിച്ചു. പിന്നെ ഇതുപോലെ തന്നെ GDP ആൻഡ് GNPയുടെ ഡിഫറൻസിയേഷൻ ബിറ്റ്വീനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൽ നിന്ന് സെൻസസും നിഫ്റ്റി എന്താണ്. ഓക്കെ, ഇത്രയാണ് മോഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇനി മോഡ്യൂൾ 5 നോക്കുകയാണെങ്കിൽ മോഡ്യൂൾ 5 മെയിനായിട്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഓർ ഫോറിൻ ട്രേഡ്, പിന്നെ ബാലൻസ് ഓഫ് BOP കോമ്പോണൻറ്റ്സ്, അത് വാട്ട് ഡു യു മീൻ ബൈ BOP എന്നൊക്കെ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് ഫ്രീ ട്രേഡ് വേഴ്സസ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഫ്രീ ട്രേഡ് വേഴ്സസ് പ്രൊട്ടക്ഷൻ, ഇത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഫേവർ എഗെയിൻസ്റ്റ്, അത് ഫ്രീ ട്രേഡും പ്രൊട്ടക്ഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്രീ ട്രേഡ് ആൻഡ് പ്രൊട്ടക്ഷനിസം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിസ്കസ് ദ കറണ്ട് അക്കൗണ്ട് കമ്പോണൻറ്റ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെയുള്ള ട്രേഡ് ബാരിഫ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എനി 2 എഫക്ട്സ് ഓഫ് താരിഫ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് എന്നോ അല്ലെങ്കിൽ ട്രേഡ് ബാരിയേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഇത്രയാണ് മോഡ്യൂൾ 5. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് ഓരോ മോഡ്യൂളിൽ നിന്ന് പ്രോബ്ലമാറ്റിക് ആയിട്ട് മോഡ്യൂൾ 1 നമുക്കറിയാലോ എലാസ്റ്റിസിറ്റി ആണ്. പ്രൈസ് എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനും ക്രോസ് എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനും ചോദിക്കും മിക്കവാറും. എന്തായാലും പാർട്ട് ബിയിൽ ഓറായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 3 മാർക്കിന് ചോദിക്കാം. ഇനി മോഡ്യൂൾ 2 കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളതും ബ്രേക്ക് ഈവൻ അനാലിസിസിനും പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ മോഡ്യൂൾ 4 നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ IFTയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, വെയിറ്റേജ് കൊടുക്കേണ്ട കൂടുതൽ ഉള്ള ടോപ്പിക്സ് ഇത്രയും ടോപ്പിക്സാണ്. മെയിനായിട്ട് നിങ്ങൾ ഇത്രയും ഒരു ടോപ്പിക്സ് തന്നെ കവർ ചെയ്ത് പഠിച്ചിട്ട് പോയാൽ തന്നെ പാസ്സാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ.